ഹലോ ഫ്രണ്ട്സ്, ആദ്യാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മൾ മുട്ട പാട്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് മല്ലിപ്പൊടി മൂപ്പിച്ചെടുക്കുകയാണേ. അതുപോലെ തന്നെ കൂട്ടത്ത് തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മയാണ് കേട്ടോ പാട്സ് ഉണ്ടാക്കുന്നത്. അമ്മ വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതാ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണേ പൊടികളെല്ലാം. അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയ പാർട്സിലോട്ട് ഇതമ്മ വറുത്ത് വെച്ച പൊടി ഇട്ടെടുക്കുകയാണേ. പിന്നെ അതാ കുറച്ച് ചിക്കൻ മസാലയും കൂടിയും ചേർത്തെടുക്കുകയാണ് കേട്ടോ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതാ അരിഞ്ഞു വെച്ച സവാളയും കൂടിയും ചേർത്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടിയും ചേർത്തെടുക്കുകയാണ്. പിന്നെ അതാ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കട്ടോ. ഇനി നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കുക. ഇത് മുട്ട പാട്സ് ആയതുകൊണ്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നു കേട്ടോ. സാധാ പാട്സ് ആണെങ്കിൽ നോർമലായിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ തന്നെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ അതിൻ്റെ മുട്ടയും കൂടി ചേർത്തെടുക്കുകയാണ്. ഇതാ കുക്കർ അടച്ചെടുത്ത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അമ്മ വേവിച്ച് വെച്ചത് ഞാനൊന്ന് ഇടയ്ക്ക് വന്നാണ്ട് ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി വെക്കുക കേട്ടോ. ഇനി ഇതാ അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, മല്ലിച്ചപ്പ്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പൊടി വറുത്ത ചീനച്ചട്ടി തന്നെ നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ആ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഒന്ന് ഇട്ടെടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. എരിവില്ല എന്ന് തോന്നിയപ്പോൾ അമ്മ കുറച്ചും കൂടി മുളക് പൊടി ആ വെളിച്ചെണ്ണയായിട്ട് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് അത്യാവശ്യം എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്, പാഴ്സ് അല്ലേ അപ്പോൾ അത്യാവശ്യം എരിവ് വേണമല്ലോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണേ. അപ്പോഴാണല്ലോ കിഡിലും ടേസ്റ്റ് ആവുക. അപ്പോൾ നന്നാക്കി ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ പൂള വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കപ്പ, ഞങ്ങളവിടെ പൂള എന്നാട്ടോ പറയൽ. അപ്പോൾ കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ. അടിപൊളി ടേസ്റ്റാട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിഡിലും ടേസ്റ്റാട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്.
ഞാനിപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയതാട്ടാ. ഇപ്പം ഞാൻ അതിലത്തൊരു മുട്ട എടുത്ത് നോക്കുകയാണേ ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ, നല്ല എരിവുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.